ഹായ് കൂട്ടുകാരെ, നമുക്ക് വീട്ടിൽ തന്നെ മസാല ദോശ തയ്യാറാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ മസാല തയ്യാറാക്കി വെക്കാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു വലിയ ഉള്ളിയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് പച്ചമുളകും മഞ്ഞൾ, ഉപ്പ്, ഒരു നുള്ള് മുളക് പൊടിയും ചേർത്ത് നമ്മളത് വേവിച്ച് നന്നായി വറുത്തിട്ട് ആ മസാല തയ്യാറാക്കി മാറ്റി വെക്കണം. പിന്നീട് അതിന് ശേഷം തയ്യാറാക്കിയ കൂട്ട് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ഭാഗം ഉഴുന്നും ആ ഉഴുന്നിനോടുകൂടി കുറച്ച് ഉലുവയും ചേർത്ത് കുതിർത്ത് വെക്കുന്നു. അതിനുശേഷം 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി അരച്ച് വെക്കുക. കൂടുതൽ പുളി ഉണ്ടാവാൻ പാടില്ല. നന്നായി അരച്ച് വെച്ച ശേഷം അത് പിറ്റേന്നെടുത്ത് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വെക്കണം. ശേഷം വലിയ തവയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്ക് വലിയ ദോശക്കല്ല് ഉപയോഗിച്ച് അതിൽ നമുക്ക് ഒരു 1.25 തവി മാവ് ഒഴിച്ച് നന്നായി നേറിങ്ങനെ പരത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് അതിൽ നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം, എന്താ വേണ്ടത് വെച്ചാൽ ഉപയോഗിക്കാം. അത് എന്നിട്ട് നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർക്കുന്നു. അതിനുശേഷം നമ്മളത് നന്നായി ഏത് രൂപത്തിലും മടക്കാം. എല്ലാവരെയും കരകൗശലം പോലെ ഇരിക്കും. അതുപോലെ അത് മടക്കി വയ്ക്കുന്നു. നമുക്കൊരു ചെറിയൊരു സാമ്പാർ കൂടി തയ്യാറാക്കാം. ആ സാമ്പാറും കൂടി ആകുമ്പോൾ നമ്മുടെ മസാല ദോശ എന്നാൽ കുശാലായി. അപ്പോൾ ഞാനൊരു ചെറിയ സാമ്പാറും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഇത് കഴിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കും തയ്യാറാക്കാം. ഇടയ്ക്കിടെ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.